IPL പോയിന്റ് ടേബിൾ ഓരോ ദിവസം കഴിയുന്തോറും ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 55 മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷമുള്ള നിലവിലെ സ്റ്റാൻഡിംഗ് എങ്ങനെയെന്ന് നോക്കാം. 19 സ്ഥാനത്ത് നിൽക്കുന്ന LSG, മുംബൈ എന്നിവർ ഓൾറെഡി എലിമിനേറ്റ് ആയിട്ടുണ്ട്. 10 പോയിന്റുമായി ഡൽഹി 7ാം സ്ഥാനത്തുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി ഡൽഹിയും പുറത്തു തന്നെയാണ്. മാക്സിമം അവർക്ക് എത്താൻ പറ്റുക 14 പോയിന്റാണ്. ഓൾറെഡി 3 ടീംസ് ഇപ്പോൾ തന്നെ 14 പോയിന്റിൽ നിൽപ്പുണ്ട്. ഇനി ലക്ക് വെച്ച് ഡൽഹി 14 പോയിന്റ് ക്വാളിഫിക്കേഷനിൽ വന്നാൽ പോലും നിലവിലെ റൺ റേറ്റ് വെച്ച് ഡൽഹി കയറില്ല. 8ാം സ്ഥാനത്ത് നിൽക്കുന്ന KKRന് ഇനി 4 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. അതിൽ 4 ജയിച്ചാൽ ഡെഫിനറ്റായും KKRന് പ്ലേ ഓഫിൽ കയറാം. കാരണം മഴ മൂലം ഉപേക്ഷിച്ച ഒരു കളിയുടെ പോയിന്റ് ഉള്ളതിനാൽ അവർ ഡയറക്റ്റ് 17 പോയിന്റിലേക്കായിരിക്കും എത്തുക. ബട്ട് ഒരു കളി തോറ്റാൽ ഈ അഡ്വാൻറ്റേജ് അവർക്ക് പണി കൊടുക്കുകയും ചെയ്യും. പിന്നെ 15 പോയിന്റ് കൊണ്ട് ഒരു 14 പോയിന്റ് ക്വാളിഫിക്കേഷൻ വന്നാൽ മാത്രമേ KKRന് പ്ലേ ഓഫിൽ എത്താൻ പറ്റൂ. നിലവിലെ ടേബിൾ വെച്ച് അത് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. 6-5 സ്ഥാനത്ത് 12 പോയിന്റുമായി രാജസ്ഥാൻ, ചെന്നൈ തുടങ്ങിയ ടീമുകളാണ് നിൽക്കുന്നത്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 വിജയമാണ് 16 പോയിന്റ് എത്താൻ ഇവർക്ക് വേണ്ടത്. ബട്ട് കറണ്ട് പോയിന്റ് ടേബിൾ വെച്ച് ഒന്നിൽ കൂടുതൽ ടീമുകൾ 16 പോയിന്റിൽ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. കാരണം ടോപ്പിൽ നിൽക്കുന്ന ടീമുകൾ തമ്മിൽ ക്രോസ് മത്സരങ്ങൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. സോ സേഫ് ആയിരിക്കാൻ 3-ൽ 3 ജയിക്കുന്നതായിരിക്കും പ്രിഫറബിൾ. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് 13 പോയിന്റുമായി പഞ്ചാബാണ്. തുടർച്ചയായി 4 മത്സരങ്ങൾ തോറ്റാണ് പഞ്ചാബ് ഇപ്പോൾ നിൽക്കുന്നതും. അവരുടെ ബോളിംഗ് ടോട്ടലി ഈ 4 മാച്ചിലും കൊളാപ്സുമായി. പക്ഷേ സ്റ്റിൽ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. വരുന്ന 3 മാച്ചിൽ 2 വിജയം അവരെ കൺഫേമായും പ്ലേ ഓഫിൽ എത്തിക്കും. 3 മുതൽ 1 വരെ സ്ഥാനത്ത് GT, SRH, RCB എന്നിവരാണ് 14 പോയിന്റുമായി നിൽക്കുന്നത്. പ്ലേ ഓഫ് എന്നതിനേക്കാൾ ഉപരി ടോപ്പ് 2 ഫിനിഷാണ് ഇവരിനി നോക്കുന്നത്. കാരണം പ്ലേ ഓഫ് ഇവർക്ക് ഓൾമോസ്റ്റ് കൺഫേം ആണ്. കാരണം ഇവർ തമ്മിൽ തന്നെ ക്രോസ് മത്സരങ്ങൾ വരുന്നുണ്ട്. ഇന്ന് GT, SRH ആയതുകൊണ്ട് ഒരാൾ എന്തായാലും 16 പോയിന്റിലേക്ക് എത്തും. RCB, SRH കളി വരുന്നുണ്ട്. അതിലും ഒരാൾക്ക് 16 പോയിന്റിലേക്ക് എത്താൻ പറ്റും. RCB, പഞ്ചാബ് കളി വരുന്നുണ്ട്. അവിടെയും ഒരാൾക്ക് 16 അല്ലെങ്കിൽ 15 പോയിന്റിലേക്ക് എത്താം. വരുന്ന 3-ൽ 3 തോറ്റാൽ മാത്രമേ ടോപ്പ് 3 എത്തിയ ഇവർ ഇനി പുറത്തേക്ക് പോകൂ. നിലവിൽ ഒരു 4th സ്പോട്ടിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നത്. പഞ്ചാബാണ് ഇതിൽ ഫ്രണ്ട് റണ്ണർ. രാജസ്ഥാന് മാത്രമാണ് ഇതിൽ ടോപ്പ് ടീംസ് ഒന്നുമായിട്ടും ഇനി കളിയില്ലാത്തത്. CSKക്ക് GTയും SRHുമായി കളി വരുന്നുണ്ട്. KKRന് RCBയും GTയുമായും കളി വരുന്നുണ്ട്. പഞ്ചാബിന് RCB മാത്രമാണ് ടോപ്പ് ടീം.